ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലം നമുക്ക് വേഗം ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന്റെ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 200 സൈൻ 628 കിട്ടി. അപ്പൊ ഇത് ഈ ഫോർമാറ്റ് ഏത് ഫോർമാറ്റിലാണ്? ഐ മാക്സ് സൈൻ ഒമേഗ ടി എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവം? നമ്മുടെ RMS വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഐ മാക്സ് ഡിവൈഡഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RMS വാല്യൂ കിട്ടും. അതായത് 200 ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ മതി. അപ്പൊ അത് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ. അപ്പൊ ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, സൈൻ വേവിന്റെ 0.637 ഐ മാക്സ് ആണ്. അപ്പൊ അതും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ 0.637 ഇൻറ്റു 200 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇത് പ്രകാരം നമുക്ക് ഒമേഗ തന്നിട്ടുണ്ട്. കണ്ടോ? ഒമേഗ എത്രയാണ്? 628 ടി എന്നാ പറയുന്നത്. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ഇസ് ഈക്വൽ ടു 628 ആണ്. ഓക്കെ, അപ്പൊ അതില് എഫ് എന്ന് പറയുന്നത് 628 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ഇപ്പൊ 2 ഇൻറ്റു 3.14 എന്ന് പറഞ്ഞാൽ 6.28 ആണ്. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ 100 കണ്ടോ? അങ്ങനെ ഫ്രീക്വൻസി സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.11 എന്ന് കിട്ടും. അതായത് എന്താണ്? RMS ബൈ ആവറേജ് ആണ്. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഐ മാക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? IRMS ആണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് √2 എന്ന് പറഞ്ഞ് കിട്ടും. 1. അതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും സൈൻ വേവിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ പ്രത്യേകിച്ച് വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 2 millisecond. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. അപ്പൊ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ ദ വേവ് ഫോം ടു കംപ്ലീറ്റ് വൺ ഫുൾ സൈക്കിൾ ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/f ആണ്. അപ്പൊ 1/100 എന്ന് പറയുമ്പോൾ 0.01 സെക്കൻഡ്സ് ആണ്. അതായത് 10 മില്ലി സെക്കൻഡ് ആണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ 10 മില്ലി സെക്കൻഡ് ആവുന്ന സമയത്ത് നമ്മുടെ വേവ് ഫോം എങ്ങനെ ഇരിക്കും? നമ്മുടെ വേവ് ഫോമിന്റെ ഇത്രയും ഫുൾ സൈക്കിൾ കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഇത്രയും ടൈമാണ്, ഈ ഫുൾ ടൈമാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. 10 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പകുതി ഇവിടെ വരെയുള്ള ടൈം എത്രയായിരിക്കും? 5 മില്ലി സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്നത് 2 മില്ലി സെക്കൻഡ് വരുമ്പോൾ ഉള്ള ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ്. 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ 10-1 ആണ്. അതായത് മൊത്തം ടൈം എന്ന് പറയുന്നത്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത്
ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10 എന്ന് പറയുന്നത് ഒരു ഫുൾ സൈക്കിളിന്റെ, അത് എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രിയാണ്. ടോട്ടൽ ടൈം 360 ഡിഗ്രി എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ് ആണ്. അപ്പൊ 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഭാഗത്ത് വരും. ഇവിടെ ഉള്ള വാല്യൂ എത്രയെന്നാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 മില്ലി സെക്കൻഡ് വരുമ്പോൾ ഉള്ള വാല്യൂ. അപ്പൊ മൊത്തം 360 ഡിഗ്രി എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ് ആണ്. അപ്പം 2 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1/5 ഓഫ് ടോട്ടൽ ടൈം പീരീഡ് ആണ് 2 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് ആംഗിൾ വരുമ്പോൾ എത്ര വരും? ആംഗുലാർ ആയിട്ട് എഴുതുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 5. അതായത് 72 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഈ ഡിഗ്രിയെ 72 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ റേഡിയനിലാക്കിയിട്ട് ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്രോബ്ലത്തിൽ ഇവിടെ എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? ഞാനിവിടെ മുകളിൽ എഴുതാം. അതായത് ഐമാക്സ് സൈൻ 628, അതായത് ഒമേഗ ടി എന്ന് പറയുന്നത് ഇവിടെ ഡിഗ്രിയിലാണ്. അപ്പോൾ അതിനെ എന്താക്കണം? റേഡിയനിലാക്കണം. അപ്പൊ 70 റേഡിയനിലാക്കാൻ എന്താ ചെയ്യും? റേഡിയനിലാക്കാൻ എന്താ ചെയ്യണ്ടേ? 180 ഡിഗ്രി എന്ന് പറയുന്നത് 360 അല്ല 180 ഡിഗ്രി എന്ന് പറയുന്നത് 5 റേഡിയൻ ആണ്. അപ്പം 360 എന്ന് പറയുന്നത്, അപ്പൊ 72 ഡിഗ്രി എന്ന് പറയുമ്പോൾ 72 ഇൻറ്റു 5/180 5/180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഗ്രി, അപ്പം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/180 ആണ്. അപ്പൊ 72 ഡിഗ്രി എന്ന് പറയുമ്പോൾ 72 ഇൻറ്റു 5/180. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈൻ ഓഫ് ഒരു വാല്യൂ എന്ന് കിട്ടും. ആ സൈൻ ഓഫ് വാല്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കിട്ടും. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ആംഗിളിനെ നമ്മൾ ഡിഗ്രിയിലാക്കിയാണ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ ഫുള്ള് ഡിഗ്രി അല്ല റേഡിയനിലാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ സൈൻ ഓഫ് ഇത് എടുക്കുന്ന സമയത്ത് കാൽക്കുലേറ്റർ റേഡിയനിലാക്കിയിട്ട് വേണം ഈ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കാണാനായിട്ട്. റേഡിയനിൽ നമ്മൾ എപ്പോൾ കാൽക്കുലേറ്റർ ആക്കി കഴിഞ്ഞാലും, നമ്മൾ എപ്പോൾ റേഡിയനിൽ നമ്മൾ കാൽക്കുലേറ്റർ ആക്കി കഴിഞ്ഞാലും നമ്മൾ അതിനെ തിരിച്ച് ഡിഗ്രിയിലാക്കാനായിട്ട്, കാൽക്കുലേറ്ററിന്റെ മോഡ് ഡിഗ്രിയിലാക്കാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. കാരണം മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഇത് സെക്കൻഡ് മൊഡ്യൂളിന്റെ വേറൊരു പ്രോബ്ലം ആണ്. അത് സംഭവം സിമ്പിൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിന്റെ വേറൊരു പ്രോബ്ലം ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ വെറുതെ ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോവാണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. പ്രോബ്ലം ആദ്യം നമ്മൾ ചെയ്ത് പോയാൽ തന്നെ പേപ്പർ നോക്കുന്നവർക്ക് നല്ല ഇംപ്രഷൻ ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ തന്നിട്ടുണ്ട് 230 ഹെഡ്സ് 50 ഹെഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇത് എന്താണെന്ന് തന്നിട്ടുണ്ട്? ഇൻഡക്റ്റൻസ് റെസിസ്റ്റൻസും ആണ്. അപ്പൊ RL സീരീസ് സർക്യൂട്ട് ആണ്. R തന്നിട്ടുണ്ട് 2.5 ഓം. L തന്നിട്ടുണ്ട് 0.75 ഹെൻറി. അപ്പം ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് R വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് XL കണ്ടുപിടിക്കണം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL എന്ന് പറയുന്നത് എന്താണ്?
എന്താണ് ഒമേഗ എൽ ആണ്. അപ്പൊ 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് തന്നിട്ടുണ്ട് 50 ഇൻറ്റു 0.75. അപ്പൊ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 0.75 ഇൻറ്റു 100 പൈ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നിങ്ങൾക്ക് കിട്ടും 235.6 ഓം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇസെഡ് എന്ന് പറയുന്നത് നമ്മുടെ ആർ എൽ സീരീസ് സർക്യൂട്ട് ആണ്. ആർ എൽ സി ഇല്ല, ആർ എൽ മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. അപ്പോ എങ്ങനെ ചെയ്യും? റൂട്ട് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. 2.5 സ്ക്വയർ പ്ലസ് 235.6 സ്ക്വയർ. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? അത് ചെയ്യുന്ന സമയത്ത് ഏകദേശം 235.6 തന്നെ കിട്ടും. അത്ര ഓംസ്. ഇപ്പൊ ഇമ്പിഡൻസ് കിട്ടും. ഇപ്പൊ ആർ എൽ സീരീസ് സർക്യൂട്ടിന്റെ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാതെ വെറും തിയറി ആയിട്ട് ചോദിച്ചാൽ പോലും നമ്മൾ ഒരു സർക്യൂട്ടൊക്കെ ഭംഗിയായിട്ട് വരച്ച് റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയുക, വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറൻറ്റ് ആണെന്ന് പറയുക. അപ്പൊ കുറച്ച് തിയറി നിങ്ങൾ എഴുതണം. അപ്പം ഈ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ ഇത് തിയറി ആയിട്ട് ഈ ആർ എൽ സീരീസ് സർക്യൂട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അത് ഇതേ സെയിം സാധനം നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ വീഡിയോ ക്ലാസ് കിടപ്പുണ്ട്. അപ്പൊ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? വി ബൈ ഇസെഡ്. വി തന്നിട്ടുണ്ട് 230 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണുന്നത്. കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 235.6. ഞാനിപ്പോ സ്പീഡ് ചെയ്തു പോവാണ്. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. അപ്പൊ അത് നിങ്ങൾ ചെയ്യുമ്പോൾ 0.98 ആംപിയർ എന്ന് കിട്ടും കറണ്ട്. അപ്പൊ രണ്ടാമത്തെ കറണ്ട് ത്രൂ ഇൻഡക്ടർ കിട്ടി. കറണ്ട് ത്രൂ ഇൻഡക്ടർ ചോദിച്ചാലും കറണ്ട് ത്രൂ റെസിസ്റ്റർ ചോദിച്ചാലും എല്ലാം സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണ്? സിൻസ് ആർ എൽ സീരീസ് സർക്യൂട്ട് സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഫേസ് ആംഗിൾ ആണ്. അപ്പം ആർ എൽ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇൻഡക്ടൻസിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടൻസിൽ കൂടെയുള്ള കറണ്ട് നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ലാഗ് ചെയ്യും. അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പവർ ഫാക്ടറും ചോദിച്ചിട്ടുണ്ട്, ഫേസ് ആംഗിളും ചോദിച്ചിട്ടുണ്ട്, പവർ ഫാക്ടറും ചോദിച്ചിട്ടുണ്ട്. രണ്ടും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കോസ് പൈ. കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ബൈ ഇസെഡ് ആണ്. കോസ് പൈ എന്ന് പറഞ്ഞാൽ ആർ ബൈ ഇസെഡ് ആണ്. കോസ് പൈ എന്ന് പറഞ്ഞാൽ ആർ ബൈ ഇസെഡ്. അപ്പൊ 2.5 ഡിവൈഡഡ് ബൈ ഇസെഡ് 235.6. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 2.5 ഡിവൈഡഡ് ബൈ 235.6 നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് 0.01 എന്ന് കിട്ടും. അപ്പൊ അതാണ് പവർ ഫാക്ടർ. ഫേസ് ആംഗിൾ കാണാനായിട്ട് എങ്ങനെ കണ്ടു? ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത്, ഫേസ് ആംഗിൾ കാണാനായിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 0.01 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? ഇപ്പൊ പവർ ഫാക്ടർ കണ്ടുപിടിച്ചാൽ ഫേസ് ആംഗിളും അതേപോലെ തന്നെ ഫേസ് ആംഗിൾ കണ്ടുപിടിച്ചാൽ പവർ ഫാക്ടറും നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു ഇവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മില്ലി ഹെൻറി ആണ് ഉദ്ദേശിച്ചത്. ഇത് ഹെൻറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമുക്ക് പവർ ഫാക്ടർ, കാരണം ഇൻഡക്ടൻസ് വലിയ വാല്യൂ ആയിട്ടാണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റൻസിനെക്കാളും ഒരുപാട് കൂടുതലായതുകൊണ്ട് പവർ ഫാക്ടർ അപ്രോക്സിമേറ്റ്ലി 1 ആണ് ചെയ്തു വരുമ്പോൾ. പവർ ഫാക്ടർ പി എഫ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1-ന്-അടുത്ത് തന്നെ വരും. അത് ഇൻഡക്ടൻസ് കൂടുതലുള്ള സർക്യൂട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ഇതിപ്പോ ആർ എൽ സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്.
ഇതേ പ്രോബ്ലം ആണെങ്കിലും ഇതിന്റെ തിയറി ആണെങ്കിലും RL, RC, RLC എല്ലാം ചെയ്യാനായിട്ട് പഠിച്ചോണം. പാരലൽ സർക്യൂട്ട് പിന്നെ അത്രയും ചോദിക്കത്തില്ല, പക്ഷെ സീരീസ് എന്തായാലും നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ തേർഡ് മൊഡ്യൂളിലുള്ള പ്രോബ്ലം ഇതിനൊരു പ്രത്യേകതയുണ്ട്. തേർഡ് മൊഡ്യൂളിലുള്ള പ്രോബ്ലം നമ്മൾ സാധാരണ ഈ 3 ഫേസ് സിസ്റ്റത്തിന്റെ സ്റ്റാറിന്റെയും ഡെൽറ്റയുടെയും ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് കറണ്ടും ഇമ്പിഡൻസും അതേപോലെ തന്നെ മറ്റ് പവറും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതില് വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ ഒരു തിരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് 3 coil having resistance 20 ohm, inductive reactance 15 ohm are connected in star. അത് തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാർ ആണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, ഇത് ന്യൂട്രല്, R ഫേസ്, Y ഫേസ്, B ഫേസ്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഇത് R, ഇത് L. ഇത് നിങ്ങൾ നമ്മുടെ എക്സാമിന് നമ്മൾ തന്നിട്ടുള്ളതാണ്. സ്റ്റാർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും വോൾട്ടേജ് തരുന്നത് എന്താണ്? അത് മറന്നു പോരുത്, ലൈൻ വോൾട്ടേജ്. അതായത് VL തന്നിട്ടുണ്ട്. എത്രയാണ്? 400 വോൾട്ട് VL തന്നിട്ടുണ്ട്. Z നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് കുഴപ്പമില്ല, ഇത് ചെയ്തു വരുമ്പോൾ സിമ്പിൾ ആണ്. റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 പ്ലസ് 225, അത് നിങ്ങൾക്ക് 25 ഓം കിട്ടും. 25 ഓം കിട്ടും. Z കിട്ടി. അപ്പൊ IL എങ്ങനെ കിട്ടും? അതായത് സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് IL-ഉം I ഫേസും, ഫേസ് കറണ്ട് ലൈൻ കറണ്ടും എല്ലാം സെയിം ആയിരിക്കും. അതെന്ന് പറയുന്നത് V. അതായത് നമുക്ക് ഒരു ഫേസ് കറണ്ട് ആണെങ്കിലും ലൈൻ കറണ്ട് ആണെങ്കിലും എങ്ങനെ കിട്ടും നമുക്ക്? ഇപ്പൊ ഫേസ് കറണ്ട് എന്ന് പറയുമ്പോൾ, സോറി ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയെ, ലൈൻ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നത്. സോറി, ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് R-നെയും Y-ക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും, VRY. ലൈൻ വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോ I ഫേസ് എന്ന് പറയുന്ന I ഫേസ് അല്ലെങ്കിൽ IL എങ്ങനെ കിട്ടും? I ഫേസ് എന്ന് പറയുന്നത് എന്താണ്? V ഫേസ് ഡിവൈഡഡ് ബൈ Z പെർ ഫേസ്. അപ്പൊ V ഫേസ് എന്ന് പറയുന്നത് എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ √3. വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ബൈ √3 ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25. അപ്പൊ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും? 9.24 ഓം കിട്ടും. 9.24 ഓംസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു cos phi is equal to എന്താണ്? R/Z ആണ്. അത് നിങ്ങൾ ചെയ്താൽ പവർ ഫാക്ടർ കിട്ടും. പവർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ എങ്ങനെ കിട്ടും? √3 VL IL cos phi. ടോട്ടൽ പവർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക്
പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് ഇത് നിങ്ങളിപ്പോൾ ചെയ്തിട്ട് ഒരു ഫൈനൽ ആൻസർ ഒക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അങ്ങനെ മാർക്കൊന്നും കുറഞ്ഞു പോകത്തില്ല. ഒരു ഇച്ചിരി സ്വല്പം മാർക്കാണ് കുറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മള് തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ഉണ്ടല്ലോ. അപ്പൊ അതില് തിയറിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റാർ ഡെൽറ്റയുടെ കാര്യങ്ങള്, അതിന്റെ മറ്റേ അതിന്റെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ്, ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെ തിയറി ആയിട്ട് ചോദിക്കും. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ നമ്മുടെ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. 2 വാട്ട് മീറ്റർ മെത്തേഡ് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല FACSന്റെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് 15 മാർക്കില് 15 മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പില് ഒരു 7 മാർക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് ആയിരുന്നു. പക്ഷെ ഈ അടുത്ത 8 മാർക്ക് എന്ന് പറയുന്നത് ഇത് പ്രോബ്ലം ആയിരിക്കും. മനസ്സിലായി? ഇത് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലംസ് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ 2-3 സെലക്റ്റഡ് നല്ല പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവാണ് ഈ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ. അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും ഈ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കേ. The power input to a 2000 volt 50 Hz 3-phase motor running in full load at an efficiency of 90% is measured by 2 watt meter which indicate 300 kilowatt and 100 kilowatt respectively. ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻപുട്ട് പവർ ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ 2 വാട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. 2 വാട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ W1 എന്നുള്ള വാട്ട് മീറ്ററിന്റെ റീഡിങ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 kW. ഓക്കെ. W2 എന്ന് പറയുന്ന വാട്ട് മീറ്റർ എന്ന് പറയുന്നത് 100 kW ആണ്. അപ്പോ ടോട്ടൽ പവർ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? W1 പ്ലസ് W2 which is equal to 400 കിലോവാട്ട്. അത് കിട്ടിക്കഴിഞ്ഞു ടോട്ടൽ പവർ. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പവർ തന്നെയാണ് എന്ത്? നമ്മുടെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ഒരിക്കലും മിസ്സാക്കരുത്. ഈ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ നമുക്ക് പൊട്ടുപോലെ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതില് ഇൻപുട്ട് പവർ കിട്ടി. ഇൻപുട്ട് പവർ കിട്ടി. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവർ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ. അതേപോലെ ഔട്ട്പുട്ട് പവറും ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മുടെ മോട്ടറിന് 90% എഫിഷ്യൻസി എന്ന് ക്വസ്റ്റ്യനിൽ ഒറ്റയടിക്ക് തന്നിട്ടുണ്ട്. മോട്ടറിന് 90% എഫിഷ്യൻസി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് പവർ എങ്ങനെ കിട്ടും? ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറിന്റെ ഇൻറ്റു എഫിഷ്യൻസി ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഇൻപുട്ട് പവറിന്റെ എഫിഷ്യൻസി ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. അപ്പൊ 400 ഇൻറ്റു 0.9 ചെയ്ത് കഴിഞ്ഞാൽ 360 കിലോ വാട്ട്. ഇതാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ. 360 ഇൻറ്റു 360 കിലോ വാട്ട് ഔട്ട്പുട്ട് പവർ കിട്ടി. അപ്പൊ നമുക്ക് 1 4 കിട്ടി. 1 കിട്ടി, 4 കിട്ടി. ഇനി അടുത്ത എന്തോ ചോദിക്കുന്നതെന്ന് അറിയാമോ? പവർ ഫാക്ടർ. പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫേസ് ആംഗിൾ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ എന്റെ വീഡിയോ എല്ലാവരും കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ 2 ഗുണമാണുള്ളത്. അത് നമുക്ക് 7 മാർക്ക് മറ്റേ നമ്മുടെ തിയറിയും കിട്ടും. അതിന്റെ കൂടെ ഒരു പ്രോബ്ലം ഉണ്ടാകും. ആ പ്രോബ്ലം ആണ് നമ്മൾ തിയറി എന്തായാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ദയവ് ചെയ്ത് കഷ്ടമുണ്ട്, കഷ്ടമാണ്. ഹലോ. അതായത് 2 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മളെ അതായത് നമ്മുടെ തിയറി എന്ന് പറയുന്നത് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ. ഇനി പവർ ഫാക്ടർ
പവർ ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മുടെ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ടാൻ ഫൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ടാൻ ഫൈ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് കാണാതെ പഠിച്ചേക്കണേ. √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. ഇതാണ് നമ്മുടെ ടാൻ ഫൈയുടെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് 5 കിട്ടും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? √3 ഇൻറ്റു 300 മൈനസ് 100. കിലോ വാട്ടിനെ ഞാൻ മാറ്റുന്നില്ല, മുകളിലും താഴെയും അതായതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. കിലോ വാട്ട് തന്നെ ആയതുകൊണ്ട് അത് വെട്ടിപ്പോകും. 300 പ്ലസ് 100. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ √3 ഇൻറ്റു 2/4 എന്ന് കിട്ടും. അതായത് √3/2. അപ്പോ പവർ ഫാക്ടർ എങ്ങനെ കിട്ടും? പവർ ഫാക്ടർ എന്ന് പറയുന്നത്, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് √3/2 എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പൊ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? cos 5 ആണ്. അതായത് cos ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ഫാക്ടർ കിട്ടി. പവർ ഫാക്ടർ കിട്ടി കഴിഞ്ഞു. ഇനി പവർ ഫാക്ടർ കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ലൈൻ കറണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ, അതായത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് പവർ ഫാക്ടർ 0.76 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തോളുക. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ √3 VL IL cos 5 ആണ്. ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ VL തന്നിട്ടുണ്ട് 200 വോൾട്ട്. VL 2000 ആണ്. 2000. അപ്പൊ നിങ്ങൾക്ക് എന്തും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ടോട്ടൽ പവർ എത്രയാണ്? 400. ടോട്ടൽ പവർ 400. അപ്പൊ നിങ്ങളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കൂടെ കിട്ടും? ലൈൻ കറണ്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. ഞാൻ എന്താ അറിയോ, ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും ആണ്. അപ്പൊ ഞാനത് എല്ലാം വേഗം പറഞ്ഞു പോവാം. ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സമയം പോലെ എടുത്ത് കണ്ടോ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് എളുപ്പമാണ്. ഇത് 2 വാട്ട്, അതായത് നമ്മൾ നിങ്ങൾക്ക് പാർട്ട് സിയിൽ ഏതെങ്കിലും 3 മൊഡ്യൂളിൽ എഴുതിയാൽ മതി. അപ്പൊ 1ഉം 2ഉം കഴിഞ്ഞിട്ട് 3rd മൊഡ്യൂളിലേക്ക് പോകാതെ വേണമെങ്കിൽ ഇത് പഠിക്കുവാണെങ്കിൽ 4th മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. The power in a 3-phase circuit is measured by 2 wattmeters. If the total power is 100 kilowatt. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തോ? അപ്പൊ ടോട്ടൽ പവർ 100 എന്ന് പറഞ്ഞാൽ എന്താ? W1 plus W2 is equal to 100. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. W1 plus W2 100 എന്ന് തന്നു. What will be the reading of each wattmeter when power factor is 0.66? For what power factor is one of the wattmeter reading is 0? അപ്പൊ ഇതില് ഞാൻ ആദ്യം ഈ രണ്ടാമത്തെ പാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് W2 0 ആകുമ്പോൾ പവർ ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. W2 0 ആവുന്ന സമയത്ത് ഇപ്പൊ കഥ അടയ്ക്കോ? കഥ W2 0 ആവുന്ന സമയത്ത്
പവർ ഫാക്ടർ എത്രന്നാണ് ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അത് സിമ്പിൾ ആണ്. അത് ശരിക്കും പറഞ്ഞാല് W2 ഒരു വാട്ട് മീറ്റർ 0 ആവുന്ന സമയത്ത് എന്ന് പറയുന്നത് പവർ ഫാക്ടർ 0.5 ആണ് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മുടെ പവർ ഫാക്ടറിന്റെ നമ്മുടെ ടാൻ ഫൈയുടെ ഇക്വേഷൻ എന്താ? അതായത് 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ നിങ്ങൾ ആ തിയറി പഠിക്കുന്ന സമയത്ത് ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോളൂ. ടാൻ ഫൈ എന്ന് പറയുന്നത് √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ട് മീറ്റർ 0 ആകുമ്പോൾ നിങ്ങളോട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ W2 0 ആണേ. അപ്പൊ √3 ഇൻറ്റു W1 മൈനസ് 0 ഡിവൈഡഡ് ബൈ W1 പ്ലസ് 0. ഈ W1 ഉം W1 ഉം വെട്ടിപ്പോകും. അപ്പൊ എന്ത് വരും? √3 എന്ന് കിട്ടും. അപ്പൊ ടാൻ തീറ്റ എങ്ങനെയാ പോകുന്നത്? ടാൻ തീറ്റ പോകുന്നത് കാണാതെ പഠിക്കണം. ടാൻ തീറ്റ എങ്ങനെയാ പോകുന്നത്? അതായത് 30, 45, 60 അത് കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. ടാൻ തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/√3. 45 എന്ന് പറയുന്നത് ഇതിന്റെ ന്യൂമറേറ്റർ എടുത്താൽ മതി 1. 60 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിനോമിനേറ്റർ എടുത്താൽ മതി √3. അപ്പോ ടാൻ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ്, അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രിയാ. അപ്പൊ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എത്രയാ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറയുമ്പോൾ കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. അപ്പൊ 0.5 ലാഗോ അല്ലെങ്കിൽ ലീഡോ ആവുന്ന സമയത്ത് പവർ ഒരു വാട്ട് മീറ്റർ, നമ്മുടെ W2 എന്ന് പറയുന്ന വാട്ട് മീറ്റർ, ഒരു വാട്ട് മീറ്ററെ 0-ലോട്ട് പോകുള്ളൂ. മറ്റേ വാട്ട് മീറ്റർ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. W2 എന്ന് പറയുന്ന വാട്ട് മീറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. പവർ ഫാക്ടർ 0.5. പവർ ഫാക്ടർ 0.5 വന്നത് നമ്മൾ W2-ന് 0 ഇക്വേഷനിൽ കൊടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചോദിച്ചാലോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ടും കൂടെ ചെയ്യണം. ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ ഫാക്ടർ 0.66 ആണ്. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.66. അപ്പൊ കോസ് ഫൈ തന്നിട്ടുണ്ട്. അപ്പൊ ടാൻ ഫൈ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ടാൻ ഫൈ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഫൈ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യം ഫൈ കണ്ടുപിടിക്കുക. ഫൈ എങ്ങനെ കണ്ടുപിടിക്കും? പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. ഫൈ എന്ന് പറഞ്ഞാല് കോസ് ഇൻവേഴ്സ് ഓഫ് 0.66 നിങ്ങൾ ചെയ്യുക. കോസ് ഇൻവേഴ്സ് ഓഫ് 0.66 ചെയ്യുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? ഏകദേശം 49 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ടാൻ ഫൈ കിട്ടും. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എത്ര വരും? ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ 1.14 എന്ന് കിട്ടും. ടാൻ ഫൈ നമുക്ക്, അതായത് പവർ ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പൊ ടാൻ ഫൈ കണ്ടുപിടിക്കുക. ടാൻ ഫൈ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ മറ്റേ ഇക്വേഷനിലാണ് ഇട്ട് കൊടുത്താൽ മതി. √3 ഇൻറ്റു W1, 2 വാട്ട് മീറ്ററിന്റെ റീഡിങ് കണ്ടുപിടിക്കണം. W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2.
അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് W1 മൈനസ് W2 ഇസ് ഈക്വൽ ടു സം വാല്യൂ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഇവിടെ തന്നിട്ടുണ്ട്, W1 പ്ലസ് W2. ആ W1 പ്ലസ് W2 100 എന്നുള്ളത് ഇത് ശരിക്കും 100 ഈ ഡിനോമിനേറ്റർ കണ്ടോ. അപ്പൊ ഡിനോമിനേറ്ററിന് 100 കൊടുത്തിട്ട് W1 മൈനസ് W2 എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷൻ നമ്പർ 1 ഉം 2 കൂടെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതും വേറൊരു ചോദ്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 വാട്ട് മീറ്റർ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ സിമ്പിൾ ആണ്. ഇത് 8 മാർക്കിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഇവന്മാർ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതേപോലെ എടുത്ത് പരീക്ഷയ്ക്ക് ഇടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് പോകുന്ന 2 വാട്ട് മീറ്റർ മെത്തേഡ് യൂസ്ഡ് പവർ ടേക്കൺ തന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടർ അതായത് 3 ഫേസ് ലോഡ് ആണെന്നാണ് തന്നിരിക്കുന്നത്. വാട്ട് മീറ്റർ റീഡിംഗ് തന്നിട്ടുണ്ട്. വാട്ട് മീറ്റർ റീഡിംഗ്സ് ആർ 375 വാട്ട് ആൻഡ് -50. കാൽക്കുലേറ്റ് പവർ ഫാക്ടർ ആൻഡ് മറ്റേത് ഏത് ഫേസ് ആംഗിൾ. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്. അപ്പൊ ഇവിടെ ടോട്ടൽ പവർ തന്നിട്ടുണ്ട്, അല്ല ടോട്ടൽ പവർ തന്നിട്ടില്ല. വാട്ട് മീറ്റർ റീഡിംഗ് മാത്രമേ തന്നിട്ടുള്ളൂ. 2 വാട്ട് മീറ്റർ റീഡിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും പവർ ഫാക്ടർ? അപ്പൊ tan phi യുടെ ഇക്വേഷൻ എന്താ? tan phi is equal to √3 into W1 minus W2 divided by W1 plus W2. അപ്പോ √3 into ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് W1ന്റെ റീഡിങ് പോസിറ്റീവ് ആണ്, W2ന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എഫക്ട് ഓഫ് പവർ ഫാക്ടർ ഓൺ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് ഈ രണ്ടാമത്തെ വാട്ട് മീറ്റർ നെഗറ്റീവ് ആവുന്നത്. ഈ പ്രോബ്ലം ചെയ്യാൻ അതുപോലും ആവശ്യമില്ല. അപ്പൊ W1 തന്നിട്ടുണ്ട് 375. W2 എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ റീഡിംഗ് നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ മറക്കരുത്. -50 ഡിവൈഡഡ് ബൈ 375 പ്ലസ് -50. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് √3 into മുകളിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ 425 ഡിവൈഡഡ് ബൈ 325 എന്ന് വരും. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു വാല്യൂ കിട്ടും. ഇത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ 425 ഡിവൈഡഡ് ബൈ 325 ഇൻറ്റു √3 അത് tan phi ആണ്. അപ്പം tan ഇൻവേഴ്സ് ഓഫ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ phi എന്ന് പറയുന്നത് ഇത് tan phi ആണ്. phi എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ 2.26 എന്ന് കിട്ടും. tan ഇൻവേഴ്സ് ഓഫ് 2.26 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം 66 ഡിഗ്രി എന്ന് കിട്ടും. 66 ഡിഗ്രി എന്ന് കിട്ടും. കോസ് പൈ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഓഫ് 66 കോസ് പൈ ചെയ്യുന്ന സമയത്ത് കോസ് പൈ എന്നാണ് പവർ ഫാക്ടർ. കോസ് 0.4 എന്ന് കിട്ടും. അപ്പോൾ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 ആയിരിക്കും.
അത് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചെയ്ത് കിട്ടുന്ന ആൻസർ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ പവർ ഫാക്ടർ 0.5 താഴെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പവർ ഫാക്ടർ എന്ന് പറയുന്നത്. 2 വാട്ട് മീറ്ററും പോസിറ്റീവ് ആണെങ്കിൽ പവർ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 0.5 ആയിരിക്കും. അത് നിങ്ങളുടെ ആ എഫക്ട് ഓഫ് പവർ ഫാക്ടർ എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ട് ഫേസ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ എന്തോ ചോദിച്ചിരിക്കുന്നത്, ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ 2 വാട്ട് മീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞു. ഫേസ് ആംഗിൾ എന്തുവാ? ഫേസ് ആംഗിളാണ് നമുക്കിവിടെ ആദ്യം കിട്ടിയത്. ഫേസ് ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര? 66 ഡിഗ്രിയാണ് ഫേസ് ആംഗിൾ. ഇത് തന്നെ ഫേസ് ആംഗിൾ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു, പ്രോബ്ലം കഴിഞ്ഞു. എത്ര സിമ്പിൾ ആയിട്ട് കിട്ടി. ആ ഒരു നമ്മുടെ ടാൻ ഫൈയുടെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് 8 മാർക്ക് നമ്മൾ ഒറ്റയടിക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ. കാരണം 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ തിയറി എന്തായാലും ചോദിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളിന്റെ മറ്റേ RMS വാല്യൂവിന്റെ ആവറേജ് വാല്യൂവിന്റെ ഒക്കെ വീഡിയോ കാണുക. പക്ഷെ അതിനകത്ത് എന്റെ ചില ഈ ലെക്ചർ നോട്ടിന്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് തിയറി ഇല്ല, കൂടുതൽ ഇക്വേഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തിയറി നിങ്ങൾ കുറച്ച് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി പോകണം. ഇപ്പൊ ഈ RL സർക്യൂട്ടിന്റെ RLC സർക്യൂട്ടിന്റെ ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്താൽ തന്നെ നമ്മൾ തിയറി പഠിച്ചതിന് തുല്യമാണ്. കാരണം ആ പടവും വരച്ച് ഫേസർ ഡയഗ്രാം വരച്ച് വേവ് ഫോമും വരയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിന്റെ തിയറി ആയി കഴിഞ്ഞു. പിന്നെ ഈ ആവറേജ് വാല്യൂവിന്റെ RMS വാല്യൂവിന്റെ ഒക്കെ നമ്മൾ കുറച്ച് ഇക്വേഷൻ നല്ലപോലെ ഇക്വേഷൻ അല്ല, അതിന്റെ ആ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം. RMS ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു വേവ് ഫോമിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന്റെ ഡിഫറെന്റ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന്റെ ആവറേജ് ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ എഴുതണം. RMS വാല്യൂ ആദ്യം ഞാൻ പറയാൻ പറഞ്ഞത്, RMS വാല്യൂ 6 മാർക്കിന് ചോദിക്കും. 6 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഡെറിവേഷൻ എഴുതണം കേട്ടോ, ഡെറിവേഷൻ എഴുതണം. അതേപോലെ RMS വാല്യൂ പോലെ തന്നെ ഈ ഇൻഡക്ടറിന്റെ പവർ 0 ആണെന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ വരും. അത് ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ആൻ ഇൻഡക്ടർ 0 ആണെന്ന് പറയുന്നത് 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയും നമ്മൾ ആ ഡെറിവേഷൻ എഴുതണം. അപ്പൊ അത് നമ്മുടെ ക്ലാസ് കിടക്കും. പിന്നെ ഇൻഡക്ടറിലെ കറണ്ട് വോൾട്ടേജിനെക്കാട്ടിലും 90 ഡിഗ്രി ലാഗിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെറിവേഷൻ എല്ലാം എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻ നോക്കിയാൽ മതി. ആവറേജിന്റെ RMSന്റെയും മറ്റേ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള എക്സ്പ്ലനേഷൻ എഴുതണം. RMS വാല്യൂ എന്ന് പറയുന്നത് DC വാല്യൂവിന് തത്തുല്യമായ ഹീറ്റ് ഉണ്ടാക്കുന്ന വാല്യൂവിനെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ DC വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാക്കുന്നതിനെയാണ്, ഇത് ഹീറ്റാണ്. പക്ഷെ RMS എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് DC വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാക്കുന്ന വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇക്വലന്റ് DC വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാക്കുന്ന AC വാല്യൂവിനെയാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് 2 അസൈൻമെന്റ് നോക്കിയാൽ തന്നെ ആദ്യത്തെ 2 മൊഡ്യൂളും ഫുള്ള് സ്കോർ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും ആണ് നമ്മൾ ഒത്തിരി അങ്ങോട്ട് കൂടുതൽ പഠിക്കാത്തത്. പക്ഷെ ഇതിൽ ഒത്തിരി പഠിക്കാനൊന്നുമില്ല. 3rd മൊഡ്യൂളിൽ ആ സ്റ്റാറും ഡെൽറ്റയുടെയും പ്രോപ്പർട്ടീസും പഠിച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക. 4th മൊഡ്യൂളിൽ ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യും. പിന്നെ ACയുടെയും DCയുടെയും പിന്നെ ഡിഫറെന്റ് പവർ മെഷർമെന്റ് മെത്തേഡ്സ് അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മെഷർമെന്റ്സ് ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിനും ചെയ്യും. അതായത് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിലെ ഒരു 10 മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും 2 വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പം FACS മാത്രമല്ല മെഷർമെന്റ്സിലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യും. പ്രശാന്ത് സാർ ചിലപ്പോൾ ആ ഏരിയയിൽ കൂടെ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. കാരണം എന്റെ അതിൽ അതുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സാറിനോട്. ഈ 2 മെഷർമെന്റ്സ്
അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ട് സബ്ജക്റ്റിൽ ഗുണം ചെയ്യും. ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഞാൻ പറയാന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം മുകളിലത്തെ ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ വെച്ചാൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. two similar coils connected in star taking power total of 1.5 kilowatt, 0.2 lagging from a 3-phase. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 3-phase പ്രോബ്ലം ചെയ്തപ്പോൾ ഇൻഡക്റ്റൻസ് റെസിസ്റ്റൻസും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം, പവർ ഫാക്ടർ കണ്ടുപിടിക്കണം, പവർ കണ്ടുപിടിക്കണം. ഇതൊരു റിവേഴ്സ് കാൽക്കുലേഷൻ പ്രോബ്ലം ആണ്. ഒരു റിവേഴ്സ് ആയിട്ടാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരേണ്ടത്. ചിലപ്പോ ഇങ്ങനെ കയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. എന്താ സംഭവം എന്ന് വെച്ചാല് റിവേഴ്സ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസും തന്നിട്ടില്ല, അതേപോലെ തന്നെ ഇൻഡക്റ്റൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള രണ്ട് സാധനങ്ങൾ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ പവർ തന്നിട്ടുണ്ട്. ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ എന്താ? √3 VL IL cos ∅. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1.5 കിലോവാട്ട്. അപ്പൊ അത് നമുക്ക് SI യൂണിറ്റിൽ തന്നെ ആക്കിയാൽ 1500. √3 VL IL cos ∅ 1500 തന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് ലൈൻ കറണ്ട് കിട്ടും. ലൈൻ കറണ്ട് ഇപ്പൊ തന്നെ കിട്ടി. √3 ഇൻറ്റു VL എത്രയാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. VL എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. എത്രയാ VL തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ലൈൻ വോൾട്ടേജ് എത്ര? 400. IL നമുക്ക് കണ്ടുപിടിക്കണം. IL cos ∅ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2. ഇതാ ഇപ്പൊ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. IL നമുക്ക് കിട്ടിക്കഴിഞ്ഞു. IL നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2.165 ആംപിയർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ പ്രോബ്ലം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ഡെൽറ്റയുടെ പ്രോബ്ലത്തില് വീഡിയോ ക്ലാസ് കിടക്കുന്നതിനകത്ത് നമ്മള് ബേസിക്കലി എല്ലാം ഡയറക്റ്റ് V/Z എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത്. Z നോൺ ആയിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം Z നോൺ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ Z അൺനോൺ ആണ്. Z തന്നിട്ടില്ല. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ Z അൺനോൺ ആണ്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം വേണേ ചോദിക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ Z ഇൻപുട്ട് പോലെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? Z എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് സ്റ്റാർ കണക്ഷൻ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Z എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? V/I ആയിരിക്കും. അപ്പൊ V ഫേസ് ഡിവൈഡഡ് ബൈ I ഫേസ്. അപ്പം ഇവിടെ സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ലൈൻ കറണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും എന്തും ഫേസ് കറണ്ടും ലൈൻ കറണ്ടും ഒക്കെ സെയിം തന്നെ. Z കണ്ടുപിടിക്കുമ്പോൾ Z എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ അല്ലേ. അപ്പോ സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന Z എന്ന് പറയുന്നത് Z പെർ ഫേസ് ആണ്. Z പെർ ഫേസ് ആണ്. അപ്പൊ Z പെർ ഫേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ Z പെർ ഫേസ് എന്ന് പറയുമ്പോൾ ഈ Z അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്, നമ്മുടെ ഈ ഒരു ഫേസിലെ ഇംപിഡൻസിന് അക്രോസ് ആയിട്ട് സ്റ്റാറിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് അല്ല. എന്താണ്?
ഇത് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഈ ന്യൂട്രൽ വരെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് ഒരു ഫേസിൽ നിന്നും ഒരു ലൈനിൽ നിന്ന് ന്യൂട്രൽ വരെയുള്ള ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഫേസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് വി ഫേസ് ഡിവൈഡഡ് ബൈ ഐ ഫേസ് എന്ന് എടുത്തത്. കറണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല, ഐ എൽ ആണെങ്കിലും ഐ ഫേസ് ആണെങ്കിലും എല്ലാം സെയിം തന്നെ. ഐ എൽ ആണെങ്കിലും ഐ ഫേസ് ആണെങ്കിലും സെയിം തന്നെ. അപ്പൊ ഐ ഫേസ് എന്ന് പറയുന്നത് എത്ര വരും? ഫേസ് വോൾട്ട് നമുക്ക് ക്വസ്റ്റ്യന് തരുന്ന എപ്പോഴും ഏതാണ്? ക്വസ്റ്റ്യന് തരുന്ന എപ്പോഴും ലൈൻ വാല്യൂ ആണ്, ലൈൻ വോൾട്ടേജ് ആണ്. അപ്പൊ 400 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 2.165. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാല് 106.67 ഓംസ് എന്ന് നിങ്ങൾക്ക് ഇമ്പിഡൻസ് കിട്ടും. അപ്പൊ ഇമ്പിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ആരെങ്കിലും ഒന്ന് പറയാമോ? ഇമ്പിഡൻസ് നമുക്ക് കിട്ടി, ഇസഡ് കിട്ടി, റെസിസ്റ്റൻസും ഇൻഡക്ടൻസിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇമ്പിഡൻസ് നമുക്ക് കിട്ടി, ഇനി നമുക്ക് ആറും ഇസഡും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? എളുപ്പമോ? വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒന്ന് പറയാമോ? ഇസഡ് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇമ്പിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പെർ ഫേസ് ഡിവൈഡഡ് ബൈ കറണ്ട് പെർ ഫേസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫേസിന്റെ ഇമ്പിഡൻസ് കിട്ടി. ഈ ഇമ്പിഡൻസിൽ ആറ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ഉണ്ട്, അതിനകത്ത് ഇൻഡക്ടൻസും ഉണ്ട്. അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇസഡ് എന്ന് പറയുന്നത് √R² + XL ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് കിട്ടി 106.67. ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആറിനെ എക്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? എനി ഐഡിയ? എളുപ്പമാണ്. ആരെങ്കിലും ഒന്ന് ആലോചിച്ചോക്കെ. പവർ ഫാക്ടർ വെച്ചിട്ട് പറ്റുമോ? പവർ ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ക്ലൂ തരാം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.2 ആണ് തന്നിട്ടുണ്ട്. ഇനി പറ്റുമോ? cos phi is equal to r by 7. വെരി ഗുഡ്. cos phi is equal to r by 7. അപ്പൊ ആരും മറന്നു പോകരുത്. നിങ്ങൾ നമുക്ക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് മുമ്പേ ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആറും ഇസഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മൾ ആറും ഇസഡും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ R by Z is equal to 0.2. R by Z is equal to 0.2. So R is equal to എന്താണ്? 106.67 into 0.2. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 21 ഓം എന്ന് കിട്ടും. അത് മറന്നു പോകരുത്, അത് വളരെ സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ എക്സെല്ലും കിട്ടും. 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? 6 കിട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടി 21 ഓം. ഇപ്പൊ എക്സൽ എങ്ങനെ കണ്ടുപിടിക്കും? എക്സൽ എന്ന് പറയുന്നത് √Z² - R². അപ്പൊ അത് നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ മറന്നു പോകരുത്. ഇവിടെയും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്തു.
അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ആദ്യം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാവരും എല്ലാം നോക്കണം. ഞാൻ പ്രോബ്ലം എന്ന് പറയാം, എല്ലാ പാർട്ട് സിയിലും എന്തുണ്ട്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ പാർട്ട് സിയിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുവാണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ പറ്റി ഇനി സംശയം വല്ലതും ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതായത് ഈ കൊറോണ ആയതുകൊണ്ടേ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സബ്ജക്റ്റും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. മറ്റേ നിങ്ങൾ ഈ എന്താണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ പേരെന്തോ ഞാൻ മറന്നുപോയി. അത് ഏതായിരുന്നു? നമ്മുടെ ഒരു തിയറി സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? എസ്ത്രീയിലെ ഫസ്റ്റ് സബ്ജക്ട്. ഓക്കെ. ആ സബ്ജക്റ്റ് എന്താ പറയാ, തിയറി സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും നല്ലപോലെ വെച്ചങ്ങ് എഴുതി പോകണം കേട്ടോ. കാരണം എന്ന് വെച്ചാല് പക്ക ഈ എൻവിറോൺമെന്റൽ പേപ്പർ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഡെപ്തിൽ ആരും അങ്ങനെ വായിച്ചു നോക്കത്തില്ല. അപ്പൊ നമ്മൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നല്ലപോലെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ നല്ല എലാബറേറ്റ് ചെയ്ത് പാരഗ്രാഫായിട്ട് നല്ലപോലെ കൂടുതൽ എഴുതണം ആൻസർ ഷീറ്റ്. എന്നാൽ മാത്രമേ അത് മാർക്ക് വരുത്തുള്ളൂ. ഒത്തിരി ഡെപ്തിലായാലും വായിച്ചു നോക്കത്തില്ല. പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മാർക്ക് കിട്ടും. അപ്പൊ അതും നല്ലപോലെ മാക്സിമം എഴുതുക. FACS ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ജയിക്കുന്നതിനെ പറ്റിയോ 30-35 മാർക്ക് മേടിക്കുന്നതിനെ പറ്റിയോ ഒന്നും അല്ല തിങ്ക് ചെയ്യേണ്ടത്. കാരണം അതില് 30-35 മാർക്കൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. ഒരു 60-70 മാർക്ക് സുഖമായിട്ട് നമുക്ക് FACS സ്കോർ ചെയ്യാൻ പറ്റും. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാല് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും കൂടെ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ടോട്ടൽ മാർക്ക് എത്ര നിങ്ങൾ പറഞ്ഞ എത്ര മാർക്കാണ് ടോട്ടൽ പുതിയ പാറ്റേൺ ഒന്ന് പറഞ്ഞോ? അറിയുമല്ലോ അല്ലേ? 75 മാർക്കല്ലേ സാറേ? 75 മാർക്കല്ലേ?